ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇനി പഴയതുപോലെ സ്വതന്ത്രമായ സഞ്ചാരം സാധ്യമാകില്ലെന്ന് ഇറാൻ. പരമാധികാരം ചോദ്യം ചെയ്യുന്ന ശക്തികൾക്ക് കടലിടുക്കിൽ ഇനി സ്ഥാനമുണ്ടാകില്ലെന്നാണ് IRGC കമാൻഡർമാരുടെ പുതിയ പ്രഖ്യാപനം. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതകളിലൊന്നാണ് ഹോർമുസ് കടലിടുക്ക്. ഈ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇനി പഴയതുപോലെ സ്വതന്ത്രമായ സഞ്ചാരം സാധ്യമാകില്ലെന്നാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി വ്യക്തമാക്കിയത്. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞതായും തങ്ങളുടെ പരമാധികാരം ചോദ്യം ചെയ്യുന്ന ശക്തികൾക്ക് കടലിടുക്കിൽ ഇനി സ്ഥാനമുണ്ടാകില്ലെന്നുമാണ് IRGC കമാൻഡർമാരുടെ പുതിയ പ്രഖ്യാപനം. പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത രാഷ്ട്രീയ പ്രതിസന്ധികൾ പുതിയ തലത്തിലേക്കാണ് നീങ്ങുന്നത്. കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടില്ലെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തന്നെയാണ് അവരുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ മേഖലയിൽ നാവിക സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്നും IRGC അറിയിക്കുന്നുണ്ട്. അതേസമയം മേഖലയിലെ നിലവിലെ സംഘർഷാവസ്ഥകൾക്കിടയിലും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനുമായി ഒമാനും ഇറാനും തമ്മിൽ ഉന്നതതല ചർച്ചകളും നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരായ അണ്ടർ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വിവിധ മേഖലകളിലെ വിദഗ്ധരടക്കം പങ്കെടുത്തു. ലോകത്തെ ഇന്ധന വിതരണത്തിന്റെ വലിയൊരു ഭാഗവും കടന്നുപോകുന്ന പാതയായതിനാൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാത്ത വിധം വ്യാപാര ഊർജ്ജ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള വിവിധ നിർദ്ദേശങ്ങളായിരുന്നു യോഗത്തിൽ ഉയർന്നു വന്നത്. എന്തായാലും ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയും ഇസ്രയേലും ഇനി പഴയതുപോലെ സ്വതന്ത്രമായി സഞ്ചരിക്കില്ല എന്ന് തന്നെയാണ് ഇറാൻ കർശനമാക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.